2018 തിരുവനന്തപുരത്തേക്ക് താമസം മാറുന്ന സമയത്ത് മനസ്സിൽ കയറി കൂടിയ ഒന്നാണ് വിഴിഞ്ഞം പദ്ധതി എന്നത്. കാരണം അതിന് രാഷ്ട്രീയമായും സാമൂഹികമായും ഒരുപാട് കാരണങ്ങളുണ്ട്. ഒരു ആകാംക്ഷ കൊണ്ട് മറ്റ് പോർട്ടുകളെ കൂടി വായിച്ച് പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ വരാൻ പോകുന്നതൊരു വലിയ പദ്ധതിയാണെന്ന് മനസ്സിലാവുകയും ഞാനും അന്ന് പത്തനംതിട്ടക്കാരനായ എൻ്റെ സുഹൃത്തു കൂടെ ചേർന്ന് ഒരു ഒന്നല്ല 2 വെബ്സൈറ്റിനുള്ള ഡൊമൈൻ വാങ്ങി വെച്ചു. കാരണം അന്നേ മനസ്സിൽ തോന്നി ഇതൊരു വലിയ പദ്ധതിയാണ്. അത് ഇത് സംബന്ധിച്ച് സമരങ്ങളും ചർച്ചകളും അങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ അന്തരീക്ഷം നിൽക്കുന്ന സമയത്താണ്. പക്ഷേ 2025 മിനിറ്റ് 24 മിനിറ്റിൻ്റെ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായി നമ്മൾ പ്രതീക്ഷ അല്ലെങ്കിൽ ഞാൻ ഒരുപക്ഷെ കണ്ടതിനേക്കാൾ കാരണം നമ്മൾ ദുബൈ പോലുള്ള സിംഗപ്പൂർ പോലുള്ള അല്ലെങ്കിൽ കൊളംബോ പോലുള്ള തുറമുഖങ്ങളെ കൂടി വന്ന് പഠിച്ച് വായിച്ച് മനസ്സിലാക്കിയിട്ടാണ് വിഴിഞ്ഞത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുന്നത് തന്നെ. എൻ്റെ മനസ്സിലൊരു സങ്കല്പമായിരുന്നു, സ്വപ്നമായിരുന്നു വിഴിഞ്ഞം വലിയ പദ്ധതിയാവുന്നത്. പക്ഷെ പലപ്പോഴും പറയുമ്പോൾ അതൊരു അങ്ങനെ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷേ നമ്മൾ 2026 എത്തിക്കുമ്പോൾ കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന ഒരു പദ്ധതിയായിട്ട് വിഴിഞ്ഞം മാറിയിരിക്കുന്നത്. അപ്പം തുറമുഖത്തിൻ്റെ ആമുഖവും ഉള്ളടക്കവും മുതൽ പറയാൻ ഇന്ന് ദ ഫോർത്തിനൊപ്പം ഉള്ളത് ഇതിൻ്റെ എം ഡി കൂടിയായ ദിവ്യ അയ്യർ IAS ആണ്. സ്വാഗതം. നന്ദി. ആമുഖത്തിനും പ്രത്യേക നന്ദി. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഓരോ മലയാളിയുടെയും മനസ്സിലുള്ളത് എന്നാണ് ഞാനും കരുതുന്നത്. കാരണം ഇതൊന്നും ഇവിടെ നടക്കില്ല എന്ന് എഴുതി തള്ളിയ പദ്ധതികളുടെ കൂട്ടത്തിലൊന്നായിരുന്നു എന്ന് പലരും എന്നോടും തുറന്നു സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നും നമ്മളെ കൊണ്ട് അത് സാധ്യമാണ് എന്ന ലോകത്തിന് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന ഒരു വികസനോന്മുഖമായ ഒരു മുഖമുദ്ര കൂടിയാണ് കേരളത്തിൻ്റെ എന്ന് അഭിമാന പുരസ്സരം വിനയ പുരസ്സരം പറയാൻ ആഗ്രഹിക്കുകയാണ് ആമുഖമായി. എന്നോട് തർക്കിച്ച സുഹൃത്തുക്കളോടൊക്കെ ഞാൻ തിരിച്ച് തർക്കിച്ചൊരു കാര്യം, നമ്മൾ പോർട്ടുകളെ കുറിച്ച് നമുക്ക് ആധികാരികമായി അറിയില്ല. അങ്ങനെ പ്രശ്നമുണ്ട്. കാരണം വിഴിഞ്ഞത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്വഭാവ ഘടന എന്ന് പറയുന്നത് അത് വളരെ ജൈവികമായിട്ടുള്ളൊരു ഘടനയാണ്. അത് പ്രകൃതി കരിഞ്ഞു നൽകിയൊരു ഘടനയാണ്. അതിനുള്ള ആഴം, മദർ ഷിപ്പുകൾ വന്നെടുക്കാനുള്ള സൗകര്യം, അങ്ങനെ പ്രകൃതിദത്തമായ ഒരുപാട് കാരണങ്ങൾ കൂടി എൻ്റെ പിന്നിലാണ്. ഇതൊക്കെ വെച്ചിട്ടാണ് മറ്റേ പോർട്ടുകളെ കുറിച്ച് വായിച്ച് പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തർക്കിക്കുന്നത്. ഇപ്പം അന്ന് അതാരും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല. പക്ഷേ അത് താഴെ പറഞ്ഞ പോലെ അത് പല പ്രതിസന്ധികളെയും തരണം ചെയ്ത് അത് നടപ്പിലായി എന്നുള്ളത് മാത്രമല്ല, അത് നമ്മൾ എൻ്റെ കണക്കൂട്ടൽ ശരിയാണെങ്കിൽ വരും വർഷങ്ങളിൽ ഇത് സൗത്ത് ഇന്ത്യയുടെ തന്നെ വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, എങ്ങനെയായിരിക്കും വിഴിഞ്ഞം പദ്ധതി, ഈ വിഴിഞ്ഞം സീപോർട്ട് കേരളത്തെ മാറ്റിപ്പണിയുക എന്നുള്ളതാണ്. സൗത്ത് ഇന്ത്യയുടെ എന്ന് മാത്രമല്ല സൗത്ത് ഈസ്റ്റ് ഏഷ്യയുടെ ഏറ്റവും വലിയൊരു പരിവർത്തന മാർഗമായി വിഴിഞ്ഞം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ജൂലൈ 2024 ആണ് ട്രയൽ ഓപ്പറേഷൻസ് ആരംഭിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നമ്മൾ ആദ്യത്തെ കപ്പലിനെ വരവേറ്റു. സാൻ ഫെർണാണ്ടോ എന്ന ആ ഒരു ഭീമൻ കപ്പലിനെ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ചൊരു ആഘോഷമാക്കിയാണ് വരവേറ്റത്. അപ്പോൾ അന്നും ഒരു പക്ഷേ ഏറ്റവും അധികം ആളുകൾ നമുക്ക് എല്ലാവർക്കും ഒരു പക്ഷേ നൈസർഗികമായിട്ട് വരുന്ന ഒരു ശീലമായിരിക്കും എല്ലാം ഒരു ദോഷൈകതൃക്കായി അല്ലെങ്കിൽ സംശയത്തിൻ്റെ ഒരു നിഴൽ ചാർത്തി കാണുക എന്നുള്ളത്. അപ്പോൾ നീ ഒരു കപ്പൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ നിൽക്കുമോ, നിങ്ങളൊരു ചടങ്ങിന് മാത്രം വേണ്ടിയിട്ട് ഇത് ചെയ്തതാണോ എന്ന് ചോദിക്കുന്ന പലരും ഉണ്ടായിരുന്നു. അപ്പോൾ അവരോടൊന്നും ഞങ്ങൾ ആരും മറുപടി പറഞ്ഞില്ല, ശരിക്കും മാത്രമേ ചെയ്തുള്ളൂ. പക്ഷെ ഇന്നിപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്നിപ്പോൾ നമ്മൾ സംസാരിച്ചിട്ട് ഇപ്പോൾ തുറമുഖത്തിലിരുന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം ഇന്നിപ്പോൾ ഏകദേശം 750 കപ്പലുകൾ നമ്മുടെ തുറമുഖത്തിൽ ഇതിനുള്ളിൽ വന്നു കഴിഞ്ഞു. ഇത് തന്നെ ഈ പറഞ്ഞതുപോലെ ദക്ഷിണേന്ത്യയിൽ എന്നല്ല ദക്ഷിണേഷ്യയിലെ ഏത് പോർട്ടിനെ എടുത്ത് നോക്കിയാലും പ്രവർത്തനം ആരംഭിച്ച് ആദ്യ വർഷത്തിനുള്ളിൽ ഇത്രയധികം കപ്പലുകൾക്ക് സേവനമനുഷ്ഠിക്കാൻ സാധിച്ചിട്ടുള്ള ഇത്രയധികം TEUs, അതായത് 1.5 മില്യൺ TEUs നമ്മൾ കടന്നു കഴിഞ്ഞു. നമ്മൾ ലക്ഷ്യമിട്ടിരുന്നത് വാണിജ്യ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം ആദ്യ വർഷം നമ്മൾ 1 മില്യൺ TEUs കൈകാര്യം ചെയ്യണം. അത് തന്നെ ഒരു വലിയ ലക്ഷ്യമാണ് എന്നാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷേ 10 മാസത്തിനുള്ളിൽ നമുക്ക് 1 മില്യൺ TEUs കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, ഇപ്പോൾ 1.5 മില്യൺ കടന്നു കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ.
അപ്പോൾ അത്രയധികം നമ്മുടെ സ്ഥാപിത ശേഷിയുടെ അധികം നമ്മൾ പ്രവർത്തിച്ച് സേവനം നൽകുകയും വ്യവസായം നടത്തുകയും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഏതൊരു ഘടനയും പോലെ തന്നെ, ഏതൊരു വ്യവസായം പോലെ തന്നെ ആരംഭിക്കുമ്പോൾ കുറച്ച് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അത് കാരണം യാതൊരു വിധത്തിലും വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രവർത്തനം അങ്ങനെ ഒരു ടീത്തിങ് ട്രബിൾസ് എന്ന് നമ്മൾ പറയുന്നത് നമുക്കൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്നുള്ളത്. അത് വരാത്തതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ജൂലൈ നമ്മൾ ട്രയൽ ഓപ്പറേഷൻസ് എന്തിനാണ് ആരംഭിക്കുന്നതെന്ന് ചോദിച്ച ആളുകളുണ്ട്. ആ ഒരു സമയമാണ് അതിനുള്ള ഉത്തരം എന്ന് ഞാൻ പറയും. ഈ ട്രയൽ ഓപ്പറേഷൻസ് നമ്മൾ ആരംഭിച്ച് കഴിഞ്ഞ് ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള സമയം, ഇപ്പോൾ ഡിസംബർ 3-ാം തീയതിയാണ് നമ്മൾ കരാറ് പ്രകാരം വാണിജ്യ അടിസ്ഥാനത്തിൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് വാക്ക് നൽകിയിരുന്നത്. ആ ഡിസംബർ 3-ന് തന്നെ നമ്മൾ ആരംഭിക്കുകയും ചെയ്തു 2024. ഈ ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള സമയങ്ങളിൽ ഈ പറഞ്ഞ നമ്മുടെ ജൈവികമായിട്ടുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇവിടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതിൽ കുറേ അധികം വരദാനങ്ങളുണ്ട്, പക്ഷേ അതുപോലെ തന്നെ വെല്ലുവിളികളുമുണ്ട്. അപ്പോൾ അതെല്ലാം എങ്ങനെയാണ് കോർത്തിണക്കിക്കൊണ്ട് നമുക്കിവിടെ കാര്യക്ഷമമായി നമ്മുടെ പ്രവർത്തനം ഉറപ്പുവരുത്താൻ സാധിക്കുക എന്നുള്ളത് പഠിക്കുക, അതനുസരിച്ച് നമ്മുടെ സാങ്കേതിക വിദ്യ മികവുറ്റതാക്കുക എന്നുള്ളതായിരുന്നു ഈ പറഞ്ഞ ട്രയൽ ഓപ്പറേഷൻസ് പീരീഡിൽ നമ്മൾ ചെയ്തത്. അതായത് ഏത് തരത്തിലുള്ള വെല്ലുവിളിയും മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാനാകണം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന തിരയിളക്കം കൂടുകയാണെങ്കിൽ ആ സമയത്ത് എങ്ങനെയാണ് നമ്മൾ കപ്പലിനെ നങ്കുരമിട്ട് അടുപ്പിക്കുക, ആ സമയത്ത് ക്രെയിൻ ഓപ്പറേഷൻസ്. ഇടയ്ക്ക് ചോദിക്കാൻ പറ്റിയ ചോദ്യം, അത് നേരത്തെ ചോദിക്കുന്നുണ്ട്. നമ്മൾ ഇത് കാണുന്ന സാധാരണ പക്ഷം, എന്റെ വീട്ടിൽ എന്റെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ എന്റെ ക്യാമറാമാൻ അച്ഛനും അമ്മയും അങ്ങനെ പ്രായമായ നമ്മുടെ സ്കൂൾ കുട്ടികൾ, ഇവർക്ക് വളരെ ലളിതമായി എന്താണ് വിഴിഞ്ഞം പോർട്ട്, വളരെ ചുരുങ്ങിയ വാക്കുകൾ ഒരു പിക്ചർ മതി. കാരണം അവർക്ക് മനസ്സിലാവണം ഈ വിഴിഞ്ഞം പോർട്ട് എങ്ങനെയാണ് അവരുടെ ജീവിതത്തെ നിർണ്ണയിക്കുക എന്നുള്ളത്. കാരണം ഒരു അടിസ്ഥാന സൗകര്യ വികസന ഒരു ഭാഗത്തൊക്കാവുമ്പോൾ അത് ആളുകളിലേക്ക് എത്തുന്നത് പല മാർഗത്തിൽ. നമ്മൾ പാലം പണിയുമ്പോൾ, നമ്മൾ റോഡ് പണിയുമ്പോൾ, നമ്മൾ എയർപോർട്ട് പണിയുമ്പോൾ നമ്മുടെ മൊത്തം ജീവിതത്തെ, മുഴുവൻ ആളുകളുടെ ജീവിതത്തെയാണത് സാമ്പത്തികമായി ഉന്നതിയിലേക്ക് എത്തിക്കുക. പക്ഷെ അതിന് വേറെ പല പ്രോസസ്സുണ്ട്. അങ്ങനെ വിഴിഞ്ഞം എന്താണ് വിഴിഞ്ഞം എയർപോർട്ട് എന്നുള്ളത് സാധാരണക്കാരനെ പഠിക്കുന്ന ആ രീതിയിൽ മാഡത്തിന്റെ MD എന്ന നിലയ്ക്ക് പെട്ടെന്ന് ഒരു കൊച്ചുകുട്ടിയായപ്പോൾ ഒരു 10ാം ക്ലാസ് കുട്ടിക്കാണെങ്കിലും 70 വയസ്സുള്ള ഒരു അപ്പച്ചനോ അമ്മച്ചിക്കാണെങ്കിലും മനസ്സിലാവുന്ന രീതിയിൽ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചാണ്. തുറമുഖങ്ങൾ എന്തിനാണ് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. വിഴിഞ്ഞം എന്തിനാണ് എന്നുള്ളതിന് മുൻപ് തുറമുഖങ്ങൾ എന്തിനാണ് എന്നുള്ളത് ഒരു ആദ്യത്തെ ചോദ്യമാണ്. ഇന്ത്യയിലെ വാണിജ്യ വ്യവസായ മേഖല എടുത്തു നോക്കിയാൽ നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ നമ്മളെല്ലാവരും ഗുണഭോക്താക്കളാകിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് അല്ലേ. നമ്മൾ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. നമ്മുടെ ഈ പറയുന്ന ഫോൺ മുതൽ നമ്മൾ ധരിക്കുന്ന വസ്ത്രം മുതൽ ചെരുപ്പ് മുതൽ നമ്മളെല്ലാവരും സാധനങ്ങൾ ഒരുപാട് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. നമ്മളെല്ലാവരും ഉപഭോക്തൃ സമൂഹമാണ് പ്രധാനമായിട്ടും ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ ഉള്ളത്. ഏത് സാധനമാണെങ്കിലും ഏത് സാമഗ്രിയാണെങ്കിലും അത് നിർമ്മിക്കുവാനും അതിനെ ഉപഭോക്താവിൻ്റെ കയ്യിലേക്ക് എത്തിക്കുവാനും ഒരു മാർഗമാണ് അല്ലേ. ഇന്ത്യയിൽ ഇന്ന് 90% സാമഗ്രികളും ബൈ വോള്യൂം നമ്മൾ എടുത്തു നോക്കിയാൽ വാല്യത്തിൽ 90% സാമഗ്രികളും കടൽ മാർഗേനയാണ് എത്തുന്നത്. 70% ബൈ വാല്യൂ, അതായത് മൂല്യത്തിൽ 70%, വാല്യത്തിൽ 90% സാമഗ്രികൾ കടൽ മാർഗേനയാണ് എത്തുന്നത്. അപ്പോൾ ഈ സാധന സാമഗ്രികളെല്ലാം നമ്മുടെ വാണിജ്യ വ്യവസായ മേഖല മൊത്തം കോർത്തിണക്കുന്ന ഏത് സാധന സാമഗ്രി നമ്മൾ എടുത്താലും ഇതിനൊക്കെ ഒരു സഞ്ചാരപാത എന്നുള്ളതുണ്ട്. ആ സഞ്ചാരപാത ഇന്ന് പ്രഥമമായിട്ടും കടൽ മാർഗേനയാണ്. അപ്പോൾ ഈ സമുദ്രാധിഷ്ഠിതമായിട്ടുള്ള ചരക്ക് നീക്കം എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ കുറച്ച് സങ്കീർണമായിട്ട് നമുക്ക് തോന്നുമായിരിക്കാം. പക്ഷേ ഈ കടൽ മാർഗേനയാണ് ഇതെല്ലാം ഇവിടെ എത്തുന്നത്. അതിനുള്ള ഒരു വഴി ഒരുക്കി കൊടുക്കുന്നു. നമ്മൾ എയർപോർട്ടിൽ കയറി നമ്മൾ സഞ്ചരിക്കുന്നത് പോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ സാമഗ്രികൾക്കെല്ലാം സഞ്ചരിക്കണം. അത് സഞ്ചരിച്ചാൽ മാത്രമേ അത് നമ്മുടെ കയ്യിലേക്ക് എത്തത്തുള്ളൂ. ഇന്നെല്ലാം നമുക്ക് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ ലഭ്യമാകുന്നു എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സാധന സാമഗ്രികളുടെ സഞ്ചാരപാത ഇത്രമാത്രം നിസ്സീമമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ വിഴിഞ്ഞം തുറമുഖം ഇതിലെന്തിനാണ് എന്ന് ചോദിച്ചാൽ കേരളത്തിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരാനും തിരിച്ചു കൊണ്ടുപോകാനും മാത്രമല്ല,
കയറ്റുമതി ഇറക്കുമതി എന്നുള്ളത് നമ്മളിനി ആരംഭിക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഉടനെ തന്നെ 1 മാസത്തിനുള്ളിൽ അത് നമ്മൾ ആരംഭിക്കും. പക്ഷേ ഈ മാർഗത്തിൽ പ്രധാനമായും ട്രാൻസ്ഷിപ്മെൻ്റ് എന്ന് പറയുന്ന ഒരു ഘടനയുണ്ട്. ട്രാൻസ്ഷിപ്മെൻ്റ് എന്ന് പറയുന്ന ഒരു പടിയുണ്ട്. ആ ട്രാൻസ്ഷിപ്മെൻ്റാണ് ഇന്ന് വിഴിഞ്ഞം തുറമുഖത്തിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഈ പറഞ്ഞ വരുന്ന സാധന സാമഗ്രികൾ ട്രാൻസ്ഷിപ്മെൻ്റ് എന്നുള്ളത് 75% പുറം രാജ്യങ്ങളിലെ തുറമുഖങ്ങളിലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ട്രാൻസ്ഷിപ്മെൻറ്റ് റവന്യൂ എന്നുള്ളത് ഏകദേശം $250 മില്യൺ ഒരു വർഷം വരുന്നത്. അത്രയും നമ്മുടെ രാജ്യത്തെ നഷ്ടമായിക്കൊണ്ടിരിക്കുകയായിരുന്നു വിഴിഞ്ഞം തുറമുഖം വരുന്നത് വരെ. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ ആഴക്കടൽ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. അതാണ് വിഴിഞ്ഞത്തിൻ്റെ ഒരു അഡ്രസ്സ് എന്ന് പറയുന്നത് ശരിക്കും. അപ്പോൾ അത് വിഴിഞ്ഞം എന്നുള്ള ഒരു പ്രദേശത്തിൻ്റെയോ തിരുവനന്തപുരത്തിൻ്റെയോ കേരളത്തിൻ്റെയോ എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ തന്നെ ഒരു വലിയ സാമ്പത്തിക പരിവർത്തനത്തിന് മാർഗമാകുന്ന ഒരു വ്യവസ്ഥയാണ് വിഴിഞ്ഞം, അല്ലെങ്കിൽ ഒരു സൗകര്യമാണ് വിഴിഞ്ഞം. അതെ അതെ, അങ്ങനെയുള്ള ഒരു സമഗ്രമായിട്ടുള്ള ഒരു സംവിധാനമാണ് ആഴക്കടൽ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ട്രാൻസ്ഷിപ്മെൻറ്റ് എന്നുള്ളത് കൂടി ഞാൻ ഈ പറഞ്ഞാൽ പറയും. അപ്പോൾ ട്രാൻസ്ഷിപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരു പക്ഷേ ചൈനയിൽ ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് ആയിരിക്കും, ഒരു സാമഗ്രി ആയിരിക്കും. അപ്പോൾ ആ പ്രോഡക്റ്റ് ഇപ്പോൾ നമ്മുടെ ഒരു ഫോൺ എടുത്ത് നോക്കിയാൽ അതിൻ്റെ ചിപ്സ് ഉണ്ടാക്കുന്നത് ഒരു രാജ്യത്തായിരിക്കും, അതിൻ്റെ ക്യാമറ ഉണ്ടാക്കുന്ന വേറൊരു രാജ്യത്തായിരിക്കും, അതിൻ്റെ പുറംചട്ട ഉണ്ടാക്കുന്ന വേറൊരു രാജ്യത്തായി, ഇതെല്ലാം കൊണ്ടുവന്ന് അസംബിൾ ചെയ്യുന്ന വേറൊരു രാജ്യത്തായിരിക്കും, അത് അവസാനം വന്ന് ഉപയോഗിക്കുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലുമായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഇന്ന് ആഗോളവൽകൃതമായിട്ടുള്ള നമ്മുടെ വിപണിയിൽ ഇങ്ങനെയാണ് എല്ലാ സാമഗ്രികളും നിർമ്മിക്കപ്പെടുന്നത്. അപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങൾ എങ്ങനെയാണ് ഒരു രാജ്യത്തിൽ നിന്നും മറ്റൊരു രാജ്യത്തിലേക്ക് നിസ്സീമമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുക എന്നുള്ള ചോദ്യത്തിനുള്ളൊരു ഉത്തരം കൂടിയാണ് ട്രാൻസ്ഷിപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ ഓരോ ചെറിയ ചെറിയ കാര്യവും നമുക്ക് ഓരോ കപ്പലിൽ അല്ലെങ്കിൽ ഓരോ സാധനമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇതെല്ലാം ബൾക്കായിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ബൾക്കായിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ടെയ്നറൈസേഷൻ എന്നുള്ള ഒരു പ്രക്രിയ നടന്നു കഴിഞ്ഞപ്പോൾ ഒരു കണ്ടെയ്നർ എന്ന് പറയുന്നത് 20 അടി അല്ലെങ്കിൽ 40 അടി നീളവും വീതിയൊക്കെ ഉള്ള വലിയ ടണ്ണേജുള്ള കണ്ടെയ്നറുകളാണ്. അപ്പോൾ ഈ പടുകൂറ്റൻ കണ്ടെയ്നറുകൾ, നമുക്കിവിടെ കാണുന്ന ഈ പടുകൂറ്റൻ കണ്ടെയ്നറുകളിലെല്ലാം ഇത്തരം സാധന സാമഗ്രികൾ, ഇപ്പോൾ ചൈനയിൽ ഉണ്ടാക്കുന്ന ഒരു സാധനം ഒരു പക്ഷേ നേരെ കൊണ്ടുപോകേണ്ടത് അമേരിക്കയിലേക്കായിരിക്കും. എൻ്റെ കമ്പനി അമേരിക്കയിലായിരിക്കും, അവിടെ ആയിരിക്കും ചിലപ്പോൾ അസംബിൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് വേറൊരു സാധനവും കൂടെ എടുത്തിട്ട് ഇത് ഇന്ത്യയിൽ വന്നിട്ടായിരിക്കും അസംബിൾ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇവയെല്ലാം തന്നെ കോർത്തിണക്കുവാനായിട്ട് ട്രാൻസ്ഷിപ്മെൻറ്റ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ട്രാൻസ്ഷിപ്മെൻറ്റിൽ സംഭവിക്കുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു രാജ്യത്തിൽ നിന്നും വരുന്ന കണ്ടെയ്നറുകൾ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി നമ്മുടെ യാർഡിൽ വെച്ചതിന് ശേഷം ഈ യാർഡിൽ നിന്ന് തന്നെ എടുത്തുകൊണ്ട് അത് മറ്റൊരു രാജ്യത്തിലേക്ക് അല്ലെങ്കിൽ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ട്രാൻസ്ഷിപ്മെൻറ്റിൽ ചെയ്യുന്നത്, വളരെ ലളിതമായിട്ട് പറഞ്ഞു. അപ്പോൾ ട്രാൻസ്ഷിപ്മെൻറ്റ് എന്ന് പറയുന്ന വാക്കിൽ തന്നെ ഏതാണ്ട് ഒരു ഷിപ്പിൽ നിന്നും ഇറക്കി മറ്റൊരു ഷിപ്പിലേക്ക് കയറ്റി വെക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലേക്ക് വരുന്ന കണ്ടെയ്നറുകളല്ല, ട്രാൻസ്ഷിപ്മെൻ്റ് ആയിട്ടുള്ള കണ്ടെയ്നറുകളാണ് ഈ പോകുന്നത്. ഈ ട്രാൻസ്ഷിപ്മെൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് വാല്യമുള്ള സാധനങ്ങളായിരിക്കും ഇതിൽ കൊണ്ടുവരിക. അതുകൊണ്ട് തന്നെ ഈ മദർഷിപ്പുകളിൽ ട്രാൻസ്ഷിപ്മെൻറ്റ് നടത്തുവാനാണ് ഷിപ്പിംഗ് ലൈൻസിന് ലോകമെമ്പാടുമുള്ള എല്ലാ കമ്പനീസിനും താല്പര്യം. കാരണം അവർക്ക് സമയവും അതുപോലെ തന്നെ തുകയും എല്ലാം തന്നെ ലാഭകരമായിരിക്കുന്ന ഒരു രീതിയിലായിരിക്കും അവരൊരു സഞ്ചാരപാത തിരഞ്ഞെടുക്കുക. അപ്പോൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഈ ഒരു സ്ഥിതിയിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ, സ്ഥിതി എന്ന് ഞാൻ പറയുമ്പോൾ അത് നേരത്തെ പറഞ്ഞ പോലെ ഭൂമിശാസ്ത്രപരമായിട്ട് നമ്മുടെ ഒരു ലൊക്കേഷൻ എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇന്ത്യയുടെ ഒരറ്റത്ത് നിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രത്യേകത നിറഞ്ഞ ഒരു ലൊക്കേഷനാണ് നമ്മുടേത്. അതുപോലെ തന്നെ ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർ ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെയും വളരെ തന്ത്രപരമായിട്ടുള്ള ഒരിടത്താണ് നമ്മൾ സ്ഥിതി ചെയ്യുന്നത്. അതിനോടൊപ്പം ഈ ആഴം എന്നുള്ളത്, ഡ്രാഫ്റ്റ് എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമുക്ക് ആഴമുള്ളതിനാൽ തന്നെ നമുക്ക് 16, 17, 18 മീറ്ററോളം സ്വാഭാവികമായിട്ടുള്ള ഒരു ആഴമുണ്ട്. അത് നമുക്ക് വളരെ തുച്ഛമായിട്ടുള്ള ഡ്രഡ്ജിങ്ങിലൂടെ 20, 21 മീറ്റർ വരെ കൊണ്ടുപോകാനും സാധിക്കും. അപ്പോൾ ലോകത്തുള്ള ഏറ്റവും വലിയ കപ്പലുകൾ, ഇപ്പോൾ വലിയ കപ്പൽ എന്ന് വെച്ചാൽ അത്രയും അധികം സാധനങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും, അത്രയും കുറഞ്ഞ നിരക്കിൽ അവർക്ക്. അപ്പോൾ ഏറ്റവും വലിയ കപ്പലുകൾ എല്ലാം തന്നെ വളരെ സുഗമമായി വന്ന് നങ്കുരമിടാനായിട്ട് നമ്മുടെ തുറമുഖത്തിൽ നമുക്ക് സാധിക്കും എന്നുള്ളത് കൊണ്ടും ഈ വരുന്ന കപ്പലുകളിൽ നമ്മൾ നൽകുന്ന സേവനം എന്നുള്ളത് കുറ്റമറ്റ രീതിയിൽ നമുക്ക് മികവാർന്ന രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് ട്രാൻസ്ഷിപ്മെൻറ്റിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു തുറമുഖമായി നമ്മൾ ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ
ഒരു വർഷ കാലയളവിൽ നമുക്ക് ഇത്രയധികം കപ്പലുകൾ കൈകാര്യം ചെയ്യുവാനും ഇത്രയധികം TUs നമുക്ക് സേവനം നൽകുവാനും ഒക്കെ സാധിച്ചത്. ഇത്രയധികം വ്യവസായം എന്നുള്ളത് നമുക്ക് ചെയ്യാനും അത്രയധികം തുക നമുക്ക് വരുമാനം കൈവരിക്കുവാനും ഒക്കെ സാധിച്ചത്. അപ്പം ഈ പറഞ്ഞ എല്ലാ ഘടനകളും കൂടി ചേർത്തിട്ടുള്ളതാണ് ഇപ്പോൾ വിഴിഞ്ഞത്ത് നടക്കുന്ന ഈ ട്രാൻസ്ഷിപ്മെൻറ്റ് എന്നുള്ളത്. അപ്പോൾ ജനങ്ങൾ ഒരു പക്ഷേ നേരിട്ട് ഇവിടെ വന്ന് സേവനം എടുക്കുന്നില്ല എന്നുണ്ടെങ്കിലും ഇവിടെ നടക്കുന്ന പ്രവർത്തികൾക്ക് ഈ പറയുന്ന എല്ലാ ജനങ്ങളിലേക്കും, കേരളത്തിൽ എന്ന് മാത്രമല്ല ലോകമെമ്പാടുമുള്ള എല്ലാ ജനങ്ങളിലേക്കും ഇവിടെ നടക്കുന്ന പ്രവൃത്തികളുടെ ഗുണഭോക്താവാകാനായിട്ട് സാധിക്കുന്നുണ്ട്.